ജീവ മൊബൈലിന്റെ കാര്യം എന്തായി? 2,31,000 സാർ. ജീവ 2,31,000 ഇനി 3 ലക്ഷം എന്ന് പറഞ്ഞാൽ താൻ ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം. എനിക്ക് അടുത്ത മീറ്റിംഗ് പോകുമ്പോഴത്തേക്ക് മൊബൈലും കൊണ്ടുപോകണ്ട. താൻ കൊട്ടേഷൻ ആക്കി ഇന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഓ, ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു വർഷത്തെ മൊബൈലും കൊണ്ട് കിടക്കുക. എല്ലാവരും വിചാരിക്കത്തില്ലേ ഞാൻ അപ്ഗ്രേഡ് ആകുന്നില്ലെന്ന്. ഓ, അടുത്ത കോള് വരുന്നുണ്ട്. ഹലോ സാറേ, ഞാൻ ഹിമയായിരുന്നു, ഹെൽത്ത് എക്സിക്യൂട്ടീവ്. നമ്മളൊരു വാട്ടർ നേഴ്സിന്റെ ഡെമോ കാണിച്ചിരുന്നില്ലേ, അതെന്നാ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക? ഞാൻ ഇതിനെപ്പറ്റി ഇതുവരെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് തിരക്കിലാണ്. ഞങ്ങൾ പണ്ട് തൊട്ട് ഇതേ വെള്ളം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു വെള്ളത്തിന് മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഈ സോപ്പ് പെട്ടിയുള്ളൊരു സാധനം വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ ഇതൊക്കെ? സാറേ, ഇത് ഷോയ്ക്ക് വെക്കാൻ പറ്റിയൊരു സാധനമല്ല. ഇത് മെഡിക്കൽ എക്യുപ്മെന്റ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം ആണ്. അത് നമ്മൾ 25 വർഷത്തെ വാറന്റിയോടെയാണ് ചെയ്തു കൊടുക്കുന്നത്. കൂടാതെ നമ്മൾ ഈ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പിലുള്ള വെള്ളമുണ്ട്. അതിൽ സാർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ 65% കെമിക്കൽസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രിങ്കിങ് വാട്ടർ സാറിന്റെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ എല്ലാം ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന 80 തൊട്ട് 90% വരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. നീ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കോടെ. ഓരോ വയസ്സ് കൂടുമ്പോഴത്തേക്ക് മനുഷ്യന് രോഗങ്ങളുണ്ട്. അതിനുവേണ്ടിയല്ലേ ഹോസ്പിറ്റലും ഡോക്ടർമാരും എല്ലാം ഉള്ളത്. ഇപ്പൊ നമ്മളൊരു വെള്ളം കുടിച്ചുകൊണ്ട് രോഗമില്ലാതായി കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും? സാർ, നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ കെമിക്കൽ യൂസ് ചെയ്ത മെഡിസിൻസ് എല്ലാം ഉപയോഗിച്ച് നമ്മുടെ ശരീരം വെറുതെ ചീത്തയാക്കുന്നത്? അതൊക്കെ ശരിയാണ്. ഇത് തന്നെയാണ് 90% വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ. ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഇവരുടെ സമയമില്ല, പൈസയുമില്ല. ഇന്ന് നമ്മൾ ആരോഗ്യത്തിന് ഒരു വില നൽകിയില്ലെങ്കിൽ ആരോഗ്യം നമ്മൾക്കൊരു വിലയിടും. പലർക്കും അത് താങ്ങാൻ പോലും ശേഷി ഉണ്ടാകത്തില്ല. നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നിലനിർത്തുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്, കുടിക്കുന്ന വെള്ളം, നമ്മുടെ ജീവിതശൈലിയുമാണ്. ഇതിനുവേണ്ടി ഇനിയെങ്കിലും സമയം കണ്ടെത്തിയേ മതിയാവും. അല്ല, ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഉപയോഗിക്കുന്നവരെല്ലാം നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ ഒത്തിരി പേര് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സാർ, ഇത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് അല്ല. ഇത് 50 വർഷത്തോളമായി നമ്മുടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇത് ഉപയോഗിച്ച് പ്രൂവ് ആയതിനു ശേഷം ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആയതെന്നേ ഉള്ളൂ. സാർ, ഇത് ലോകത്തിലെ ടോപ്പ് മോസ്റ്റ് ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ സെലിബ്രിറ്റികളും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണത്. അതുപോലെ തന്നെ ഒരു ഫാമിലിയുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്ന എല്ലാ സാധാരണക്കാരും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ വെള്ളത്തിന്റെ വാല്യൂ എന്താണെന്നോ അറിയാത്ത ഒരാളുടെ വാക്ക് കേട്ടിട്ട് ഇത് ഉപയോഗിക്കാതിരുന്ന അതിന്റെ നഷ്ടം സാറിന്റെ കുടുംബത്തിന് തന്നെ ആയിരിക്കും. എന്നാലും ഞങ്ങൾ ഇന്ന് ആലോചിക്കട്ടെ. പിന്നെ ഇതിന്റെ പേര് പറഞ്ഞ് എന്നും ഡിസ്റ്റർബ് ആകരുത് കേട്ടോ. ഞാൻ നല്ല തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളാം കേട്ടോ. ഓ, ഈ 2.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വീട്ടുകാർക്ക് നല്ല വെള്ളം കുടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും? അയ്യോ, വിട്ടുപോയി. ആശാനെ, താൻ എന്ത് പണിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? തന്നോട് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പള്ളിയുടെ മുറ്റം നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എന്റെ വീട്ടിലെ സ്റ്റാർ കാണണമെന്ന്. അത് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും. തന്നോട് എക്സ്പെൻസിന്റെ കാര്യം ആരെങ്കിലും ചോദിച്ചോ? എന്റെ വീടിന്റെ ഗേറ്റിൽ നിന്നിട്ട് എനിക്ക് സ്റ്റാർ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ആ സ്റ്റാർ എന്റെ പള്ളിയിൽ നിന്ന് കാണണം. താനത് എത്ര എക്സ്പെൻസ് ആയാലും ശരി, അത് ചെയ്തേക്കണം കേട്ടോ. ആശാനെ, ഞാൻ ഇപ്പോഴും ഒറ്റ സെക്കൻഡ് ഇപ്പോഴും മമ്മി വിളിക്കുന്നുണ്ട് കേട്ടോ. ആമി എന്തേ? എടാ മോനെ, സൂസനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഹോസ്പിറ്റലോ? ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നില്ല. യൂറിന് എന്തോ ഇൻഫെക്ഷൻ ആണെന്നും പറഞ്ഞോണ്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞ് കിഡ്നിക്ക് എന്തോ കുഴപ്പമുണ്ട്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, 30 ലക്ഷം രൂപ കെട്ടി വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ വരാം. 30 ലക്ഷം രൂപ എനിക്ക് കെട്ടി വെക്കണമെന്ന് ദൈവമേ, ചതിച്ചോ? ഞാൻ എല്ലാ ദിവസവും വന്ന് പള്ളിയിൽ നേർച്ചയിടുന്നുള്ളതല്ലേ, എന്നിട്ടും എന്നോട് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? മകനെ, നിന്നെ ഞാനല്ല ചതിച്ചത്, മറിച്ച് നീയാണ് നിന്റെ കുടുംബത്തെ ചതിച്ചത്. ഞാൻ എൻ്റെ ദൂതന്മാരെ വിട്ട് പല രീതിയിലും നിന്നെ വഴികൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നീ കണ്ണുകൾ കൊണ്ട് കണ്ടു വിശ്വസിക്കുന്നതിലും അധികം മറ്റുള്ളവർ പറയുന്നതാണ് വിശ്വസിക്കുന്നത്. എങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എന്തായാലും അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ.